നവകേരള സദസ്സിന്റെ പര്യടനം ഇന്നും കൊല്ലത്ത് തുടരും. കൊല്ലം ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലയിലെ 7 മണ്ഡലങ്ങളിലെ പൗരപ്രമുഖരുമായി സംവദിക്കും. കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലാകും ഇന്നത്തെ സദസ്സ് നടക്കുക. വിവരങ്ങളുമായി വിനീഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, കൊല്ലത്തെ പര്യടനം തുടരുകയാണ്. ഇന്നത്തെ സദസ്സുകൾ എവിടേക്കാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, നവകേരള സദസ്സിന്റെ പര്യടനം ഇന്നും നാളെയുമാണ് കൊല്ലത്ത് നടക്കുക. ഇനി 2 ദിവസം കൂടിയാണ് നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ നടക്കുക. ഇന്ന് രാവിലെ കൊല്ലം ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലയിലെ 7 മണ്ഡലങ്ങളിലെ പൗരപ്രമുഖരുമായി സംവദിക്കും. ഇതിൽ കൊല്ലം, കുണ്ട്ര, ചവറ, കരുനാഗപ്പള്ളി, ചടയമംഗലം, ഇരവിപുരം, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാകും യോഗത്തിൽ പങ്കെടുക്കുക. തുടർന്ന് 4 ഇടങ്ങളിൽ നവകേരള സദസ്സ് നടക്കും. കരുനാഗപ്പള്ളി, ചവറ, കുണ്ട്ര, കൊല്ലം എന്നിവിടങ്ങളിലായിട്ടാണ് ഇന്നത്തെ സദസ്സ് നടക്കുക. ഇന്നത്തെ അവസാന സദസ്സ് ആശ്രാമം പ്രശാന്തി ഗാർഡൻസ് ഗ്രൗണ്ടിൽ ആയിരിക്കും നടക്കുക. പൊതുജനത്തിന് പരാതികൾ നൽകാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് നിവേദനങ്ങൾ സമർപ്പിക്കാനും പ്രത്യേകം കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുമുണ്ട്. ഇന്നലെ കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, കുന്നത്തൂർ മണ്ഡലങ്ങളിലായിരുന്നു നവകേരള സദസ്സ് നടന്നത്. ഇന്നത്തെ സദസ്സ് അവസാനിച്ചതിനു ശേഷം നാളെ രാവിലെ ബീച്ച് ഹോട്ടലിലാകും ക്യാബിനറ്റ് യോഗം ചേരുക. തുടർന്ന് 11 മണിക്ക് കന്റോൺമെന്റ് മൈതാനത്താണ് ആദ്യ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 മണിക്ക് കടക്കലിന്റെ സദസ്സിന് ശേഷം 4:30 ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ ഗ്രൗണ്ടിലാണ് ജില്ലയിലെ അവസാന സദസ്സ് നടക്കുക. ഇതോടെ കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിന് സമാപനമാകും. പിന്നീടാകും സദസ്സ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്നും മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ തന്നെയാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലും അത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവർണറെയും അതുപോലെ തന്നെ ഗൺമാനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും വെള്ളപൂശുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലെല്ലാം അത്തരത്തിലുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുപോലെ ഈ യൂത്ത് കോൺഗ്രസുകാരെ ഗൺമാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുമ്പോൾ അത് താൻ കണ്ടിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പക്ഷേ ഇത് പരിശോധിക്കുമോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യം തനിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഇത്തരത്തിൽ ഇടപെടുന്നത് ഇതാദ്യമായിട്ടുള്ള സംഭവമല്ല എന്നും മന്ത്രി പറയുകയുണ്ടായി. എന്തായാലും നവകേരള സദസ്സിന്റെ കൊല്ലം ജില്ലയിലെ 2ാം നാളിലെ പര്യടനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ആര്യ. ശരി വിനീഷ്.